നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താ നേരമാണ്. ഞങ്ങളുടെ വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പോലീസുകാരുടെ ക്രിമിനൽ ബന്ധത്തിൽ നടപടി കടുപ്പിച്ച സർക്കാർ. തിരുവനന്തപുരം മംഗലപുരത്ത് കൂട്ട നടപടി. സ്റ്റേഷനിലെ 24 പോലീസുകാരെയും സ്ഥലം മാറ്റി. SHO അടക്കം 5 പോലീസുകാർക്ക് സസ്പെൻഷൻ. നടപടി ഗുണ്ട മണൽ മാഫിയ ബന്ധം പുറത്തായതിന് പിന്നാലെ. പെരിന്തൽമണ്ണ പോസ്റ്റൽ ബാലറ്റുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ കലക്ടർ അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ചക്കകം വിശദ റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ട്രഷറിയിലെയും ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെയും ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനും നീക്കം. ലൈംഗികാരോപണം നേരിടുന്ന BJP MPക്കെതിരെ സമരം കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ. കായിക മന്ത്രിയുമായുള്ള ചർച്ചയിൽ തീരുമാനമായില്ല. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായ MPക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. വിഷയത്തിൽ ഇടപെട്ട് PT ഉഷ. ജനവാസ മേഖലകളെ വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനം. തട്ടേക്കാട്, പമ്പ വാലി, ഏഞ്ചൽ വാലി മേഖലകൾക്ക് ആശ്വാസം. തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ. ദേശീയ വന്യജീവി ബോർഡിനോട് ശുപാർശ ചെയ്യാനും തീരുമാനം. പാലക്കാട് ധോണിയിൽ PT-7 മയക്കുവെടിവെക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്ന്. ദൗത്യസംഘത്തിന് പിന്നാലെ മുത്തങ്ങയിൽ നിന്ന് 3ാമത്തെ കുങ്കിയാനയും എത്തി. തൃശൂർ മലക്കപ്പാറയിലും കാട്ടാനയുടെ ആക്രമണം. തോട്ടം തൊഴിലാളിയുടെ വീട് തകർത്തു. ഗാലറിയിൽ ആവേശം നിറച്ച് മെസ്സി റോണോ പോരാട്ടം. ഇതിഹാസങ്ങൾ നേർക്കുനേർ വന്ന മത്സരത്തിൽ മെസ്സിക്കും കൂട്ടർക്കും ജയം. റിയാദ് ഓൾ സ്റ്റാർ 11-നെതിരായ PSG ജയം 4-5 ഗോളുകൾക്ക്.